പോകുന്ന +1 സോഷ്യോളജി പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടാവേണ്ട കുറച്ച് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇത് +1 സോഷ്യോളജി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്കും ഉപകാരപ്പെടും. അപ്പം ആദ്യത്തെ പാഠമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന സമൂഹശാസ്ത്രവും സമൂഹവും എന്ന പാഠത്തിലെ ചോദ്യങ്ങളാണ് ആദ്യം പറയുന്നത്. ആദ്യം നമ്മൾ നോക്കേണ്ട ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ ഭാവന. നമുക്കറിയാം നമ്മുടെ സോഷ്യോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിദ്ധാന്തമാണത്. അത് കൊണ്ടുവന്നത് സി റൈറ്റ് മിൽസാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, അതെന്താണെന്ന് നോക്കിയിട്ടുണ്ടാവണം. 2 മാർക്കിന് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് ചോദിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്, അതായത് സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ദി ഇൻ്റലക്ച്വൽ ഐഡിയാസ് വെഞ്ച് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി, അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായിട്ടുള്ള ദൈക്ഷണിക ആശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. അടുത്താണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അത് 4 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത്, അതായത് സമൂഹശാസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. 5-മത്തെ ടോപ്പിക് റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്റ്റ്, അതായത് മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം നോക്കിയിട്ടുണ്ടാവണം. അതായത് സോഷ്യോളജിക്ക് മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളായ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ആന്ത്രോപോളജി തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടെന്നാണ് ചോദിക്കുക. അത് ഓരോരോ സബ്ജക്റ്റായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു 6 മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യനാണത്. മറ്റൊന്നാണ് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹിക സംഘങ്ങൾ. അത് 2nd ചാപ്റ്ററിലാണ് വരുന്നത്. 2 മാർക്കിന് ചോദിക്കും. സാമൂഹിക സംഘങ്ങൾ എന്നാൽ എന്തും ചോദിക്കാറുണ്ട്. മറ്റുള്ള ഒരു ചോദ്യമാണ് ക്വാസി ഗ്രൂപ്പ് അഥവാ അർദ്ധസംഘങ്ങൾ. അതെന്താണെന്നും 2 മാർക്കിന് ചോദിക്കുന്നതാണ്. 2 മാർക്കിന് അല്ലെങ്കിൽ 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. ക്വാസി ഗ്രൂപ്പ്, അർദ്ധസംഘങ്ങൾ എന്താണെന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ നോക്കണം. അത് 2ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് വരുന്നത്. മറ്റൊന്നൊരു 4 മാർക്കിനും 6 മാർക്കിനും വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് സാമൂഹിക സംഘങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് 4 മാർക്കിന് ചോദിക്കും. അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്, അതായത് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും. അത് 4 മാർക്കിന് ഡിഫറൻസ് ആണ് ചോദിക്കുക, അതായത് അതിൻ്റെ രണ്ടിനും വ്യത്യാസം എഴുതണം. പ്രാഥമിക സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്വിതീയ സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അതിൻ്റെ ഉദാഹരണം കൂടി എഴുതിയാൽ അവിടെ 4 മാർക്ക് കിട്ടും. മറ്റൊരു ടോപ്പിക്കാണ് ഷുവറായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്. 2nd ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. +1 സോഷ്യോളജിയിൽ 2nd ചാപ്റ്ററിൽ എന്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്, അതായത് സ്വഗണവും അന്യഗണവും. സ്വഗണം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണം, അന്യഗണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത ഗണം. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. ഉദാഹരണ സഹിതം അത് പഠിച്ചിട്ടുണ്ടാവണം.